കരുനാഗപ്പള്ളി പോയപ്പോൾ മച്ചിങ് ഷീറ്റിൽ വിജയ ചേച്ചി ചെയ്ത തക്കാളി കൃഷിയാണ്. ഞങ്ങൾ കൃഷി ചെയ്യുന്നപ്പോഴും ഞങ്ങൾ ഈ ഒരു മെത്തേഡ് തന്നെയായിരുന്നു പിന്തുടരുന്നത്. നല്ല രീതിയിൽ തന്നെ ഷീറ്റെല്ലാം വിരിച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നുണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ കള കയറത്തുമില്ല. നമുക്ക് എപ്പോഴും ഈ ജോലിക്കാരെ നിർത്തിയാൽ തന്നെ എപ്പോഴും അവർക്ക് ആഴ്ച അവരെ നിർത്തി കാശ് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും കള കയറത്തില്ല. അപ്പോൾ തക്കാളി ഇതുപോലെ ചെയ്തിരിക്കുക. പിന്നെ നമുക്ക് സൈഡിൽ ഇങ്ങനെ കുറ്റിയടിച്ച് കയറുകൊണ്ട് കെട്ടിയാൽ മാത്രം മതി. പിന്നെ അവിടെ കണ്ട മറ്റൊരു കൃഷി എന്ന് പറഞ്ഞാൽ ബട്ടർനട്ട് എന്ന് പറഞ്ഞാൽ നല്ല മത്തൻ്റെ ടേസ്റ്റുള്ള ഒരു വെജിറ്റബിളാണ് ആ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പന്തൽ ചെയ്തിരിക്കുകയാണ്. വേലി പോലെ തന്നെ മൊത്തം പന്തൽ കൂടാതെ 3 സൈഡിൽ ഇങ്ങനെ 3 കമ്പ് കുത്തി ഒരു വേലി കെട്ടുന്നത് എങ്ങനെ അതുപോലെ കെട്ടിയിട്ട് വെർട്ടിക്കൽ പന്തലിട്ടാണ് ചെയ്യുന്നത് ബട്ടർനട്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ എന്ന് പറയുന്നത് കുറച്ച് മുളക് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവറും ഇത്തവണ തണുപ്പ് കൂടുതലേ അതുകൊണ്ട് എല്ലാം കാപിടിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാം ഈ തറയിൽ നല്ല മണലാണ്. അപ്പം മണലായതുകൊണ്ട് അതിനകത്ത് ഒരുപാട് പിടിക്കുന്നുണ്ട്. അപ്പം മുളകൊക്കെ ഒരുവിധം പിടിച്ച് തീരാറായി. കുറേ വിളവെടുത്തതാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ ഈ ശീതകാല വിളയല്ലേ. ശീതകാല വിളവാകുമ്പോൾ ഈ ഒക്ടോബർ നവംബർ ഡിസംബർ മാസം. അപ്പം ഒക്ടോബറിലൊക്കെ നട്ടു തുടങ്ങിയാൽ ഡിസംബറൊക്കെ ആകുമ്പോൾ നമുക്കത് വിളവെടുക്കാം. കണ്ടോ നല്ല രീതിയിൽ ഫ്ലവറായി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കൃഷിപ്പുലി എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം ഓക്കെ, ബൈ.